അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ജൈന്റ് കൗരാസിന്റെ 2 ഇഞ്ച് സൈസ് മുതൽ 1.5 അടി 2 അടി സൈസ് വരെയുള്ള മീനുകൾ കിട്ടുന്ന ഒരു ഫാമിലാണ്. ഇവിടെ ജൈന്റ് കൗരാസ് അല്ല എക്കച്ചക്കായിട്ടുള്ള ഏകദേശം എല്ലാ മീനുണ്ട്. ഇതാണ് നമ്മുടെ ഫാം. നമ്മൾ ഓൾറെഡി ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, എല്ലാവരും ആ വീഡിയോ എന്ത് ചെയ്യാം ഒന്ന് ഫസ്റ്റ് പോയി കാണാം. നമുക്ക് ഏതെങ്കിലും ഫാമിന്റെ ഉള്ളിൽ പോയേക്കാം. നമ്മളെ കാക്ക അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. ആണ് നമ്മളെ കാക്ക ഉള്ളിലുണ്ട് കേട്ടോ. നമുക്ക് നിങ്ങളെല്ലാവരും കണ്ടപ്പോൾ ഇതിന്റെ വീഡിയോ ഞാൻ വിചാരിക്കണേ. ഇനി കാണാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ ചെക്കൗട്ട് ചെയ്താൽ മതി. ഇവിടുത്തെ എല്ലാ ഫിഷിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏതായാലും നമുക്ക് ഇന്ന് കാണാൻ പോകുന്നത് ജൈന്റ് കൗരാസിന്റെ മാത്രമാണ്. ഏകദേശം എല്ലാവരും വീഡിയോ ഫുള്ള് കാണാം. ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു ഓഫർ നമ്മുടെ കാക്ക തന്നിട്ടുണ്ട്. അപ്പൊ അത് മറക്കാതെ വിസിറ്റ് ചെയ്യണമെങ്കിൽ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടാൽ മതി കേട്ടോ. പിന്നെ ലൊക്കേഷൻ ഞാൻ വീഡിയോന്റെ ലാസ്റ്റ് പറയുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മളെ കാക്ക. നമ്മള് ഇവിടുത്തെ മുമ്പ് ഫുൾ വീഡിയോ ചെയ്തിരുന്നില്ല അല്ലേ? അപ്പൊ നമ്മൾ ഏതായാലും ഇപ്പൊ ജൈന്റ് കൗരിന്റെ വീഡിയോസ് ആണ്. ഇപ്പോ സാധാ മത്സ്യകൃഷിയും അതുപോലെ തന്നെ ജൈന്റ് കൗരിന്റെ ഇത് തമ്മിൽ ഇതിന് മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ, ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ എന്താണ് ഇതിന് മാത്രം പ്രത്യേകത ജൈന്റ് കൗരിന്റേത് അത് നമുക്ക് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കാം. ജയന്റ് കൗര എന്ന് പറഞ്ഞാല് സാധാ മത്സ്യകൃഷിന്റെ മരിക്കല്ല. സാധാ മത്സ്യകൃഷി പറഞ്ഞാല് ഇപ്പൊ അധികം വരാല്, തിലോപ്യ, വാള അങ്ങനത്തെ പല മത്സ്യങ്ങളുണ്ട്. ഈ ജയന്റ് കൗര അത് അങ്ങനത്തെ മത്സ്യകൃഷി ചെയ്യുമ്പോൾ അതിന്റെ പിന്നെ സാധാരണ വാട്ടർ ചേഞ്ച് നോക്കണം, പിന്നെ മത്സ്യങ്ങളുടെ അസുഖങ്ങൾ നോക്കണം, പാരാമീറ്ററുകൾ നോക്കണം, പിന്നെ ഇതിന്റെ ഫുഡിന്റെ തീറ്റന്റെ ചെലവുകൾ നോക്കണം, എയറേഷൻ, ഫിൽട്രേഷൻ ഇതെല്ലാം നോക്കി കൊണ്ടുവന്ന് അത് ഏതെങ്കിലും ഒരു സമയത്ത് ഇപ്പൊ പിടിക്കണ സമയത്താണെങ്കിലും 300-400 ഗ്രാം ആകുമ്പോഴും ഒരു ദിവസം അതിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ ഇരുന്ന് അമോണിയ കൂടിക്കഴിഞ്ഞാൽ ചത്തുപോകാൻ സാധ്യത വളരെ കൂടുതലാണ്. പ്രതിരോധശേഷി അല്ല, പ്രതിരോധശേഷി അല്ല. നമ്മൾ മത്സ്യം റെഡിമെയ്ഡ് പോണ്ടുകളിലും മറ്റൊക്കെ വളർത്തുമ്പോൾ അമിതമായിട്ട് തീറ്റ കൊടുത്തിട്ടാണ് ഇതിനെ ലാഭകരമാക്കുക. അപ്പൊ തീറ്റ കൊടുക്കുമ്പോൾ അതിന്റെ വേസ്റ്റുകൾ കണ്ടമാനം ചാടുകയും ചെയ്യും. അപ്പൊ അതിനെ ഓക്സിജനും അതേമാതിരി തന്നെ പാരാമീറ്ററുകൾ, മറ്റുള്ള അമോണിയ, നൈട്രേറ്റ് ഇതൊക്കെ കൂടിക്കഴിഞ്ഞാലുള്ള വ്യത്യാസം, അസുഖങ്ങൾ വരാനും ഒരു ദിവസം ഓക്സിജൻ ഇല്ലായിരുന്ന മറ്റു മീൻ ചത്തുപോകും. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഒരുവിധ കെയറും വേണ്ട. ഈ വീഡിയോ എന്ന് പറയുന്നത് ജൈന്റ് കൗര ലവേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ ഇത് ജൈന്റ് കൗരിന് മാത്രം വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് ഏതായാലും ഫുൾ വീഡിയോ കാണാം. നമ്മൾ ഓൾറെഡി ഈ ഒരു ഫാമിന്റെ ടോട്ടൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ചാനലുണ്ട്, അതും പോയി കാണാം എല്ലാവരും. ഇതാണിപ്പോൾ നമ്മുടെ അടുത്ത് പിന്നെ ഫസ്റ്റ് കൊടുക്കുന്ന സൈസ് മീന്. ഈ ജയന്റ് കൗരിനെ പറ്റി പറയുമ്പോൾ എന്ന് വെച്ചാൽ ഇപ്പൊ നേരത്തെ പോലെയല്ല. അത്യാവശ്യം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളൊക്കെ ജയന്റ് കൗര ഇഷ്ടംപോലെ ഉണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും എല്ലാ കർഷകർക്കും ഇത് അറിയില്ല. അപ്പൊ നമ്മുടെ അടുത്ത് ഇതിന്റെ 2 ഇഞ്ച് സൈസ് മുതൽ 2 അടി വരെയുള്ള ബ്രീഡിംഗ് പെയർ വരെ നമ്മൾ ഇതിന് കൊടുക്കാൻ നമ്മുടെ അടുത്ത് ഇപ്പൊ റെഡിയാണ്. നമ്മളെ എല്ലാ പോണ്ടിലും നമുക്കിപ്പോൾ ജയന്റ് കൗര ഉണ്ട്. ഇതിപ്പോ ജയന്റ് കൗര പിങ്ക് ആണ്. ഇതിന്റെ ബ്ലാക്ക് ഉണ്ട്. ആൽബിനോ വളരെ കുറഞ്ഞ എണ്ണത്തിലാണെങ്കിലും ആൽബിനോ ഉണ്ട് നമ്മൾ കൊടുക്കാൻ. ഇത് 2 ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ആളുകൾ പൊതുവെ അലങ്കാരത്തിനും അതുപോലെ തന്നെ ഇതിന്റെ മത്സ്യത്തിന്റെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അത് ബ്ലാക്ക് ആണ് കൂടുതലും ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത് ഇപ്പോൾ കൊടുക്കാനുള്ളതെന്ന് വെച്ചാല് ഇത് കണ്ടോ, 2 ഇഞ്ച് സൈസാണ്. ഇത് ഏകദേശം കുട്ടികൾ വിരിഞ്ഞ് കഴിഞ്ഞ് മുട്ട വിരിഞ്ഞ് കുട്ടികളായി ഈ സമയമാകുമ്പോഴത്തേക്ക് ഏകദേശം 2 മാസം കഴിയും. ആർട്ടിമിയെ കൊടുത്ത് മൊയിനെ കൊടുത്ത് ഈ സമയം പെല്ലറ്റ് എടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കാണ് നമ്മൾ പുറത്ത് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത്. നമ്മൾ എടുക്കാൻ പോണത് വീശുവലയാണ് അല്ലേ? ഇതിനേറെ വലിയ സൈസിന് അടി കൊടുക്കാനല്ലേ നമ്മൾ പോണേ? അതെ അതെ, നമ്മളിപ്പോ വളർത്തു മീന് കൊടുക്കേണ്ട ബ്ലാക്ക് ഏകദേശം ഇപ്പൊ ഒരു 4 ഇഞ്ച് സൈസാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. അത്യാവശ്യം വലിയ പോണ്ടിലാണല്ലോ. അത് 5 ഡയാമീറ്റർ പോണ്ടിലാണ് 4 ഇഞ്ച് ഉള്ളത്. അതായത് നമുക്ക് വീശിട്ട് മാത്രമല്ല നമുക്ക് 2 ഇഞ്ച് സൈസ് ബ്ലാക്ക് ആവുന്നുണ്ട്. അത് 1 മാസം കഴിഞ്ഞാൽ 2 ഇഞ്ച് സൈസ് ആവും ചെയ്യും. നമ്മളെ ഈ കാണുന്ന പോണ്ടിലാണ്ടോ ഇതിന്റെ കുഞ്ഞുങ്ങൾ നടക്കണത്? ഇതിന്റെ സൈസും കാര്യങ്ങളും എത്ര? 4 ഇഞ്ച് സൈസ് ഉണ്ട്. 4 ഇഞ്ച് സൈസ്, 4 ഇഞ്ച് പ്ലസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ അടുത്ത് 4 ഇഞ്ച് പ്ലസ് ആണ് ഇപ്പൊ സ്റ്റോക്ക് ഉള്ളത് കൊടുക്കാനുള്ളത്. ണ്ടോ 4 ഇഞ്ച് സൈസ് കുഞ്ഞുങ്ങളാ. ഇതിന്റെ ഒരു ഭംഗിയുണ്ടോ? ഈ സൈസാണ് അധികം ആളുകൾ കൊണ്ടുപോവുക, 4 ഇഞ്ച് സൈസ്. ഇത് കൊണ്ടുപോയി കൊടുത്താൽ എന്താ വെച്ചാൽ ഇത് അസോള മുതൽ ചേമ്പല,
ഓമേല, അതേപോലെ ചായമൻസ, ഇങ്ങനത്തെ എല്ലാ സാധനവും ഇവർ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങൾ എത്ര വേണമെങ്കിലും ഇപ്പൊ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. ഇതാണ് ഇപ്പൊ നമ്മള് ആളുകൾ കറിക്ക് ഉപയോഗിക്കാനും പൊള്ളിക്കാനും ഇതിനൊക്കെ ബ്ലാക്കാണ് അധികം ഉപയോഗിക്കുന്നത്. ഇതിന്റെ നമ്മളടുത്ത് ബ്രീഡിംഗ് പെയർ ഉണ്ട്. എത്ര വലുതുവാണെങ്കിലും 2 അടി വരെ വലുപ്പമുള്ള സൈസ് ഉണ്ട്. ഈ 5 ഡയാപോണ്ടിലാണ് നമ്മളെ ബ്രീഡിംഗ് പെയർ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. അതിന് നമ്മൾ ആവശ്യക്കാർക്ക് ബ്രീഡിംഗ് പെയർ പിടിച്ചു കൊടുക്കണം. ബ്ലാക്കും പിങ്കും ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഇതിപ്പോ ശരിക്ക് ന്യൂആൽഗ സിസ്റ്റാണ്, ഡയറ്റോം ബാക്ടീരിയ കൾച്ചർ ചെയ്തിട്ട് ന്യൂആൽഗ സിസ്റ്റാണ്. അപ്പോൾ അതാണ് മീനിന് ഏറ്റവും നല്ല പാരാമീറ്റർ ഉള്ള വെള്ളവും. മാത്രമല്ല ഇവർക്ക് പച്ചിലകൾ തിന്നാൻ കൊടുക്കണോണ്ട് ചേമ്പില, അതേമാതിരി മധുരക്കിഴങ്ങിന്റെ ഇല, ചായമൻസ, ചീര ഇങ്ങനെയൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഈ വെള്ളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ കളറും ഉണ്ടാവും. ഒന്ന് പിടിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ഈ വല വീശിയിട്ടാണ് പിടിക്കല്. ഓക്കെ, നമുക്കൊന്ന് ചെറുതായിട്ട് വീശി നോക്കാം. ഇത്രയും വലിയ കോളാകുമ്പോ എന്താണ് അവിടെ മീനൊക്കെ ഉണ്ട് കേട്ടോ. ഇത്രയും വലിയ കോളല്ലേ വീശിയിട്ട് പോസിബിൾ ആവുള്ളൂ. നോക്കാം. നമ്മൾ ഇതുവരെ കരഭാഗത്ത് നിന്ന് സംസാരിച്ചുകൊണ്ട് അവർ മാറി നിൽക്കും ആ ഏരിയക്കൊക്കെ. അപ്പൊ നമുക്കൊന്ന് പരീക്ഷിക്കുകയാണിത് കിട്ടുമെന്ന് നോക്കാമല്ലോ. നമുക്ക് കുളം ഇപ്പോ എത്ര വലിപ്പുണ്ടായാലും ഇങ്ങനെ ആയതുകൊണ്ടല്ലേ ഒരു പരിധി ഉണ്ടല്ലേ വീശണിയില്. നന്നായിട്ട് വീശാൻ പറ്റൂല. മീനുണ്ട് കേട്ടോ അതില്. നമുക്ക് അവിടെ എടുത്ത് പോയിട്ട് കാണാൻ വേണ്ടത്. ഇതൊരു അടിന്റെ മേലെ സൈസ് പറയണേ. ഇത് 1.5 അടിന്റെ മുകളിലുണ്ട്. ഇതാണ് ഒരു ബ്രീഡിംഗ് പെയർ. ഒരാണും പെണ്ണും തമ്മിലുള്ള മാറ്റം അറിയണമെന്നുണ്ടെങ്കിൽ ആണിന്റെ ഈ താട കണ്ടോ, ഇച്ചിരി കനം കൂടിയതും ഇതിങ്ങനെ ഒരു കോണിക്കലായിട്ട് കിടക്കണ ഒരു ഷേപ്പാണിത്. ഈ ഒരു മുഴ കാണുന്നുണ്ടല്ലോ, ചുണ്ടിച്ചിരി കട്ടി കൂടിയതായിരിക്കും. ഇനി പെണ്ണിനെ ഞാൻ പ്രത്യേകം കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത്രയാണ് ഇപ്പൊ നമ്മളത് കൊടുക്കാനുള്ള സൈസ്. ബ്രീഡിംഗ് പെയർ പറഞ്ഞാല് 1.5 അടി മുതൽ 2 അടി വരെ നമുക്ക് കൊടുക്കാനുണ്ട്. നമ്മളിപ്പോ ഈ വീഡിയോ കണ്ടുവരുന്ന 5 പേർക്ക് നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട്. ഓഫർ അല്ലേ? എന്റെ വീഡിയോ കണ്ടുവരുന്ന 5 ആൾക്കാർക്ക് ഓഫർ ഉണ്ട്. കാരണം വെച്ചാല് ഒരു ബ്രീഡിംഗ് പെയർ എടുക്കുമ്പോൾ നമ്മൾ 8,000 റുപ്യക്കാണ് ഇവരെ കൊടുത്തിരുന്നത്. നമ്മൾ 6,000 റുപ്യ കൊടുക്കാൻ പറ്റും. 2,000 റുപ്യ കുറച്ച് 5 പേർക്ക് മാത്രം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വരുന്ന 5 പേർക്ക് ഇങ്ങനെ ഒരു നല്ലൊരു ഓഫറിൽ ജയിന്റ് കവറിനെ ഇവിടെ നിന്ന് സ്വന്തമാക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും വേഗം പോരുക, വാങ്ങാം. ഈ ജയന്റ് കവറിന്റെ പ്രത്യേകത പറഞ്ഞാല് ഒരു 2 ഇഞ്ച് കുഞ്ഞിനെ നമ്മൾ ചെറിയൊരു അക്കൂരത്തിൽ കൊണ്ടിട്ടാല് ആ അക്കൂരത്തിൽ കിടന്നത് വലുതാവും. നമ്മൾ വലുതാവുന്നതിനനുസരിച്ച് നമ്മൾ അക്കൂരത്തിന്റെ വലുപ്പം മാറ്റി കൊടുത്താൽ മറ്റുള്ള മീനൊന്നും അങ്ങനെ അക്കൂരത്തിൽ വലുതാവില്ല. അത് മാത്രമല്ല ഇവർക്ക് എയറേഷൻ വേണ്ട, ഫിൽട്രേഷൻ വേണ്ട, മറ്റുള്ള അസുഖങ്ങൾ പെട്ടെന്ന് കയറി വരില്ല. പിന്നെ തീറ്റ ഒരു കാരണവശാലും ഇവർക്ക് പൈസ കൊടുത്ത് പെല്ലറ്റ് വാങ്ങി കൊടുക്കണം നിർബന്ധമല്ല. മെയിൻ പോയിന്റ് ആണ്. പെല്ലറ്റ് വാങ്ങിച്ച് നമ്മൾ പൈസ കളയണമെന്നില്ല. നമ്മൾ ചെറുപ്പത്തില് ഇവർക്ക് വളരെ 2 ഇഞ്ച് സൈസ് ആകുമ്പോ ഡെക്ക് വീട് എന്ന് പറയുന്ന അസോളന്റെ താഴെയുള്ളൊരു പായലുണ്ട്. അത് പായൽ വളർത്തി ഉണ്ടാക്കി കൊടുത്താൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ അസോള കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ചേമ്പിന്റെ ഇല കൊടുക്കാം, ഇങ്ങനെ ഓമയ്ക്കന്റെ ഇല കൊടുക്കാം, പിന്നെ പല പല ചീരകൾ കൊടുക്കാം. ഇങ്ങനെ പല ചെടികളുടെ ഇലകൾ അപ്പ വരെ വെട്ടി വള്ളി അപ്പൊക്കെ വെട്ടിട്ട് കൊടുത്താലും അവര് നല്ല രീതിയിൽ കഴിച്ചത് വലുതാവും. അതായത് പ്യൂർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ഫിഷാണ്. പിന്നെ നല്ല രീതിക്ക് ഇണങ്ങുന്ന് പറയാനായിട്ടുണ്ട്. ഇത് ഒരു അലങ്കാര മത്സ്യം കൂടിയാണ്. ഇതിന്റെ പ്രത്യേകത അതാണ്. നല്ലൊരു അലങ്കാര മത്സ്യമാണ്. കാണാൻ വളരെ നല്ല ഭംഗിയുള്ളതാണ്. ചൈനക്കാരുടെ പോലെ 2 നീളമുള്ള താടി. പിന്നെ നമ്മള് അവരെ ഇണങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും തീറ്റ കൊടുക്കുകയാണെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. ഫ്രൂട്ട്സ് കൊടുത്ത് ചേലാക്കി ഒരു കൃത്യ ടൈം നമ്മൾ കൃത്യ ഡ്രസ്സിൽ നമ്മൾ ഡ്രസ് കോഡ് ഇട്ട് ചെല്ലുകയാണെങ്കിൽ നമ്മളെ കാണുമ്പോൾ അവർ ഫ്രൂട്ട്സിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ചേലാക്കി കഴിഞ്ഞാൽ വളരെ നല്ലൊരു മീനുമാണ് അലങ്കാരത്തിന് വേണ്ടിയിട്ടുള്ളത്. ഇപ്പൊ എന്താ പറഞ്ഞ ഇതൊരു പെറ്റിന്റെ ഒരു കൊണ്ടടക്കാം. ആൺകുട്ടികളൊക്കെ നല്ലായിരിക്കും കളിച്ച്. അതെ, നമ്മളായിട്ട് നല്ലായിരിക്കും ഇണങ്ങുണ്ടോ, അതാണ് ഇതില് ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണ്ടേ?
പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ കണ്ടമാനം വെള്ളം കംപ്ലൈന്റ് ആകുമ്പോൾ അടിഭാഗത്ത് കുറച്ച് വെള്ളം കളഞ്ഞിട്ട് പുതിയ വെള്ളം അടിച്ചു കൊടുക്കാം. അതിൽ pH ന്റെ കുറവോ കിണറ്റിന്ന് നേരെ അടിച്ചതോ അങ്ങനത്തെ ഒരു വ്യത്യാസമൊന്നും ഇവർക്കില്ല. ഇവർ ഏത് വെള്ളത്തിലും മാത്രമല്ല ഇവർക്ക് കുറച്ച് ആൽഗ ഉണ്ടായി നല്ല പച്ചപ്പുള്ള ഡയറ്റോം ബാക്ടീരിയാസ് നിറഞ്ഞ അട്ടപ്പാവ് കൂടിയ വെള്ളത്തിലാണ് ഇവർക്ക് ഏറ്റവും താല്പര്യം. നമ്മൾ നേരിട്ട് കാണൂലെന്നുള്ളൂ. മീനിന് ഏറ്റവും താല്പര്യം അങ്ങനത്തെ ഒരു വെള്ളത്തിലാണ്. അപ്പൊ ഇവർക്ക് ഇവരുടെ കളറിന് കുറച്ചും കൂടിയും തെളിച്ചം കിട്ടുകയും ചെയ്യും. ഇപ്പൊ ഈ ജൈന്റ് കവറിന്റെ മാക്സിമം സൈസ് എത്രയാണ്? മാക്സിമം സൈസ് പറഞ്ഞപ്പോ നമ്മുടെ അടുത്ത് 2.5 അടി 30 ഇഞ്ച് വരെയുള്ള ഉണ്ട് നമ്മുടെ അടുത്തുള്ള. അതിപ്പോ നമ്മുടെ അടുത്ത് 4 വർഷമായിട്ടുള്ളൂ. അപ്പൊ 5 വർഷം 6 വർഷം 8 വർഷമൊക്കെ അവരുടെ കയ്യിൽ ചിലപ്പോ അതിലധികവും വലുതുണ്ടാവും. പിന്നെ അധികം കർഷകർ കൃഷി ചെയ്യുന്ന ആളുകൾ ഇത് നല്ലോണം 2 സമയത്ത് പെല്ലറ്റും മറ്റും കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഗ്രോത്തും വ്യത്യാസം ഉണ്ടാവും, വെയിറ്റും വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ ചെയ്യണം. ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ വിലയുള്ളൂ. കുറഞ്ഞ വില പറഞ്ഞാൽ ഗൗരിയിൽ ഏറ്റവും കുറഞ്ഞ വിലയാണ്. ആൽബിനോ, പിങ്ക്, പിന്നെ റെട്ടൈൽ എന്ന് പറഞ്ഞൊരു അപൂർവ ഇനുണ്ട്. അത് ഇപ്പത്തെ സ്വർണത്തിന്റെ വിലയാണ്. റെട്ടൈൽ എന്ന് പറഞ്ഞാൽ ഒരു 4 ഇഞ്ചിന് ഒരു 1200 റുപ്യൊക്കെ. 4 ഇഞ്ചിന് 1 ഇഞ്ചിന് ഒരു 300 റുപ്യ സൈസിന് വില ഉണ്ട്. 1 ഇഞ്ച് സൈസിന് 300 റുപ്യ കണ്ട് അത്യാവശ്യം എക്സ്പെൻസ് ആയിട്ടുള്ള ഒരു ഒക്കെ ഇറക്കുമതിയാണ്. ഇപ്പൊ ഇവിടെ നമ്മളെ സജീവമായിട്ടില്ല അത്. ഇത് പൊതുവെ മോൺസർ ഫിഷ് ടാങ്കറൊക്കെ അതിന് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ നമ്മൾ കാണാൻ ചാൻസ് ഉണ്ട് അല്ലേ? ചിലർക്ക് ഇത് കണ്ടാൽ മനസ്സിലായി ഇത് വലുതായി കഴിഞ്ഞാൽ ഇത് ജൈന്റ് വരെയാണെന്ന് അറിയില്ല. അങ്ങനെ ഒരു വിഷയം വരാൻ ചാൻസ് ഉണ്ട് കുറെ ആൾക്കാർക്ക് കേട്ടോ. ഞാൻ എന്നോട് തന്നെ കുറെ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു, മീനിന് ചോദിച്ചു വലുതായി കഴിഞ്ഞാൽ ജൈന്റ് വരുന്ന അറിയില്ല. പക്ഷെ ചെറുതിൽ ഇങ്ങനെ കാണുമ്പോ അത് പൊതുവെ എന്താന്ന് വെച്ചാൽ ആളുകൾക്ക് ഈ ഇങ്ങനെ ഒരു വലിയ മീനിനെ കണ്ടുള്ള പരിചയമല്ല. ജയന്റ് ഗൗര എന്ന് പറയുന്ന ഒരു മീനിനെ വലുത് കണ്ടു പരിചയമല്ല. അപ്പൊ ആളുകൾ ഇത് തിലോപ്പിയാണോ ചോദിക്കണ ആളുകളുണ്ട്. ഇത് പിന്നെ ഇങ്ങനെ ഇതുണ്ടാവുമ്പോ ഓസ്കാർ ആണോ ചോദിക്കുന്നത്. ഇത് കാണുമ്പോഴാണ് മാറ്റം. ഓസ്കാറിന് വ്യത്യാസം ഉണ്ടോ? അത്ര നീളം ഉണ്ടാവില്ല ചിറകിന്. അപ്പൊ ഓസ്കാറാണ് ചോദിക്കുന്ന ആളുകളുണ്ട് ഇവിടെ വന്നിട്ട്. നമ്മുടെ അടുത്ത് ഇവിടെ അക്കൂറത്തിൽ കണ്ടിട്ട് പല ആളുകൾ അലങ്കാരത്തിന് വീട്ടിൽ ഇപ്പൊ വളർത്തുന്നുണ്ട് ഇതിലെ. അവര് പറയണത് ഏറ്റവും സുഖകരമായ വളർച്ചയ്ക്ക് അക്കൂറത്തിൽ വളർത്താൻ ഇതാണ് നല്ലത്. എയറേഷൻ വേണ്ട, ഫിൽട്രേഷൻ വേണ്ട, മറ്റുള്ള ഇതൊന്നും വേണ്ട. ഒരു നേരം പെല്ലറ്റും ബാക്കി എന്തെങ്കിലും അസോളകൾ കൊടുത്താൽ മതി എന്നുള്ളത്. പിന്നെ ഇതിന് മെയിലും ഫീമെയിലും തിരിച്ചറിയണ ഇതില്ലേ, അത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വിളിക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. എത്ര സൈസ് വേണം മെയിലും ഫീമെയിലും തിരിച്ചറിയണമെങ്കിൽ? ഇപ്പൊ ചില വിചാരം ഇങ്ങനെ ഉണ്ടാവും. ഇപ്പൊ ചെറിയൊരു സൈസ് തന്നെ ഓസ്കാർ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു 6 ഇഞ്ച് 7 ഇഞ്ച് സൈസ് കെട്ടിക്കഴിഞ്ഞാല് മെയിലും ഫീമെയിലും തിരിച്ചറിയാലോ. ഇതിന്റെ എത്ര ടൈം എടുക്കുന്നില്ല ഒന്ന് കറക്റ്റ് പറഞ്ഞു കൊടുക്കാം നമുക്ക്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണെങ്കിൽ ഒന്നുകൂടി നമുക്ക് പറഞ്ഞു കൊടുക്കാം. ജയന്റ് ഗൗരന്റെ പ്രത്യേകത എന്താ വെച്ചാല് നല്ല വിദഗ്ധരാണെങ്കിൽ ഒരു വയസ്സാകുമ്പോഴത്തേക്ക് വിദഗ്ധർക്ക് അതിന്റെ ആണും പെണ്ണും തിരിച്ചറിയാൻ പറ്റും. ഒരു വയസ്സാകുമ്പോഴത്തേക്ക്. പക്ഷെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റും ഒരു 2 വയസ്സ് കഴിഞ്ഞാല് ചെറിയൊരു മാറ്റങ്ങൾ. മനുഷ്യരെ പോലെ തന്നെ ഒരു ആണും പെണ്ണും തമ്മിലുള്ള അവയവ മാറ്റങ്ങൾ വരുന്നത് പോലെ തന്നെ ഇവർക്കും അവയവങ്ങളിൽ പല മാറ്റങ്ങളും വരും. ഒരു 3 വയസ്സ് കഴിഞ്ഞാല് നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ അവരുടെ ചുണ്ടും നെറ്റിത്തടവും കണ്ടാ തിരിച്ചറിയും മെയിൽ ഏതാ ഫീമെയിൽ ഏതാന്നുള്ളത്. മെയിലിന്റെ ചുണ്ടിന് അടിച്ചുണ്ടിന് ഒരു ഇച്ചിരി കനം കൂടുതലും തക്കാളി പോലുള്ള ഒരു കളറും ചുവന്ന തക്കാളി പോലുള്ള കളറും വരും. മേൽചുണ്ട് കുറച്ച് ഉള്ളിലേക്ക് വലിഞ്ഞിട്ടുമായിരിക്കും. മാത്രമല്ല നെറ്റിത്തടം ഇച്ചിരി പൊങ്ങിയിട്ട് വരും. മലബാറി കൊറ്റനാടിന്റെ ഒരു ഏകദേശം ചുണ്ട് പോലെ ആയിരിക്കും. മറ്റേതെന്ന് വെച്ചാല് നാടനാടിന്റെ പോലെ ആയിരിക്കും പെണ്ണിന്റെ. നല്ല ക്യൂട്ടായിട്ട് ഇങ്ങനെ ഓവൽ ഷേപ്പില് അടിഭാഗം ഇച്ചിരി കനുണ്ടെങ്കിലും ആണിന്റെ അവിടേക്ക് എത്തൂല. പിന്നെ നെറ്റിയത്തെ മുഴ ഉണ്ടെങ്കിലും അത് അത്രയും പൊങ്ങിയിട്ടാവൂല. ആ ഒരു ഇതിലെ പാകത്തിന് ഉണ്ടാവുള്ളൂ. ഇതിപ്പോ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് ഇത് നല്ല സൈസ് ആയതിനു ശേഷം മാത്രമുള്ള ഒരു 3 വർഷം കഴിഞ്ഞിട്ട് ഉള്ള എന്ത് ചെയ്യുക അതിന്റെ മെയിലും ഫീമെയിലും തിരിച്ചറിയാം. ഇനിയിപ്പോ ആരും ചിലർ ഡൗട്ട് ഉണ്ടാവും. നിങ്ങളെല്ലാരും പോയി ചോദിച്ചു ഇതിന്റെ 2 പേരിനെ കൊണ്ടാന്ന് പറയുമ്പോൾ നിങ്ങൾ ലെക്കോലേക്കാരം അത് കിട്ടുക ആ സൈസിൽ. ഇനിയിപ്പോ ആർക്കെങ്കിലും പേര് നമ്മുടെ അടുത്ത് കൊണ്ടുപോയിട്ടാണെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കും. കുറച്ച് കഴിഞ്ഞിട്ട് അവർക്ക് പേരിന് വേണമെന്നുണ്ടെങ്കിൽ ഫീമെയിലോ രണ്ടുണ്ടെങ്കിൽ ഒരു ഫീമെയിൽ ഒന്ന് മെയിലിനെ കൊടുക്കാം. അത് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം നമ്മുടെ അടുത്തുണ്ട്. പിന്നെ നമ്മളൊരു ഓഫർ പറഞ്ഞിരുന്നു അല്ലേ? അത് നമ്മൾ ഈ വീഡിയോ കണ്ടു വരുന്ന ആളുകൾക്ക് ഒരു ബ്രീഡിംഗ് പെയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 8000 റുപ്യക്കാണ് ഇപ്പൊ പിങ്ക് കൊടുക്കുന്നത്. ആ പിങ്ക് 8000 റുപ്യക്കുള്ളത് നമ്മൾ 6000 റുപ്യ കൊടുക്കുക 5 പേർക്ക്. ആദ്യത്തെ 5 പേർക്ക്. അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മൾക്ക് 100ഓളം പേരുകളുണ്ട്. 100ഓളം പേരുണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്താൽ ഈ വീഡിയോ ഒന്ന് കാക്ക കാട്ടി കൊടുത്താൽ മതി. നമ്മൾ ഈ വീഡിയോ കണ്ടിട്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ കാക്കി പറഞ്ഞ ഒരു ഓഫറിൽ സാധനത്തിന് തരും ചെയ്യും. പിന്നെ നല്ല രീതിക്ക് ബ്രീഡ് ബ്രീഡിംഗിൽ ഏകദേശം എത്ര കുട്ടികൾ? 1500 കുട്ടികൾ വരെ നല്ല ക്ലിയർ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഉണ്ടാവും. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഈ ഗൗരയും
ഫൈറ്ററും ചെയ്യണത് പോലെ ഏകദേശം ഒരേപോലെ തന്നെയാണ്. കുഞ്ഞുങ്ങൾ വളരെ ചെറുതായിരിക്കും. അപ്പൊ നല്ല വെള്ളത്തില് ഇവർക്ക് RTM സ്റ്റാർട്ട് ചെയ്ത് വേണം ഇവരെ എടുത്തു പോരാൻ. ആർട്ടീമിയ, മൊയിന, പിന്നെ ചെറിയ പെല്ലറ്റ്, അങ്ങനെ ഒരു 3 മാസം കൊണ്ടാണ് ഇവരുടെ കുഞ്ഞ് ഒരു 2-2.5 ഇഞ്ചായി സൈസായി വരാം. അതുവരെ ഒന്ന് ശ്രദ്ധിച്ചാല് 1000 മുതൽ 1500 കുഞ്ഞുങ്ങൾ വരെ കിട്ടും, നല്ല സൈസ് ആണെങ്കിൽ, ഫീമെയിൽ നല്ല സൈസ് ആണെങ്കിൽ. അപ്പോ ഇത്രയാണ് ജൈന്റ് ഓരിയോസിനെ പറ്റിയ. ഇനിയിപ്പോ എന്തെങ്കിലും നമുക്ക് പറഞ്ഞു കൊടുക്കാണ്ടോ? അത് സാധാരണക്കാരന് വളരെ ശ്രദ്ധിക്കാതെ, ഇപ്പൊ വലിയ ബുദ്ധിമുട്ടില്ലാതെ, കുറെ കറണ്ട് ഉപയോഗിച്ച് മെഷീനറി വാങ്ങാതെ ഒരു ഡ്രം ഉണ്ടെങ്കിലും, വീട്ടിലൊരു ഡ്രം ഉണ്ടെങ്കിലും അതിനകത്ത് വളർത്താൻ പറ്റുന്ന ഒരു സാധാരണ ജയന്റ് ഗൗര. മാത്രമല്ല അതിന് വെറുതെ കിടക്കണ ചില പിന്നെ ബയോഫ്ലോ അല്ല, പണ്ടത്തെ പിന്നെ എന്താ പറയാ, ഗ്യാസിന്റെ കുറ്റികളൊക്കെ പല വീട്ടിലും കിടക്കുന്നുണ്ട്. അതിലൊക്കെ ഉപയോഗിക്കാം. ചാണകക്കുഴി, കന്നുകാലികളൊക്കെ നേരിട്ട് ചാണകക്കുഴി ഉണ്ടാവും, അതിനകത്ത് ഷീറ്റ് വിരിച്ച് ഉപയോഗിക്കാം. മഴ കൊള്ളാം, ഇതിനകത്ത് മഴ കൊണ്ട് ചേർത്തിട്ട് വലിയ വിഷയമൊന്നുമില്ല, വെയിൽ കൊണ്ട് ചേർത്തിട്ട് വിഷയമല്ല. അപ്പോ ഒരു സാധാരണക്കാരന് ഒരു മീനിനോട് താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊരു 10 കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മള് പൊട്ടിയ വാട്ടർ ടാങ്കിൽ വരെ ഇത് വളർത്താൻ പറ്റും. ഒരു 500 ലിറ്ററിലും ഒരു 4-5-10 വരെ കുട്ടികളെ വളർത്താം. പിന്നെ ഇതിന്റെ സൈസ് നിങ്ങൾക്ക് ഈ വീഡിയോയിലുണ്ട്, ഇപ്പൊ ഏകദേശം മനസ്സിലാക്കും ഇതിന്റെ സൈസ് എത്രത്തോളം ഉണ്ടെന്നില്ലേ അല്ലെ? അപ്പൊ ഏതായാലും ഇത്രയും കാര്യങ്ങളാണല്ലോ അല്ലേ? അപ്പൊ ഏതായാലും വീഡിയോ കണ്ടാണ്ട് വരുന്നോലും ഇനി കാക്കാനടുത്ത് വരാൻ മറക്കണ്ട. ഓഫറിൽ ഇപ്പൊ ഇതിന് പെയറിനെ കൊണ്ടുപോകാം കേട്ടോ. പിന്നെ ഇവിടുന്ന് സ്റ്റാർട്ടിങ് എത്ര ഇഞ്ചിന്? നമ്മള് 2 ഇഞ്ചിന്റെ കുഞ്ഞുങ്ങൾ മുതൽ 2.5 ഇഞ്ചിന്റെ ബ്രീഡിംഗ് പെയർ വരെ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്, ബ്ലാക്കും പിങ്കും. വേറെ കുറെ മീനുകളുണ്ടല്ലോ അല്ലാതെ തന്നെ ഉണ്ട്. മുമ്പ് നമ്മളിട്ട വീഡിയോ, കഴിഞ്ഞ വീഡിയോയിൽ തന്നാണ്. മറ്റുള്ള എല്ലാ കുഞ്ഞുങ്ങളും നമ്മൾ ഓർഡർ പ്രകാരം അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും, ഡീറ്റെയിൽ ആയിട്ട് അതിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ലൊക്കേഷൻ കൂടി ഒന്ന് പറഞ്ഞു കൊടുത്താൽ. നമ്മൾ ലൊക്കേഷൻ പറഞ്ഞാൽ പൂക്കോട്ടുംപാടം. പുറത്തുനിന്ന് വരുന്നവരാണെങ്കിൽ നിലമ്പൂര് റെയിൽവേ പൂക്കോട്ടുംപാടം, വണ്ടൂര് പെരിന്തൽമണ്ണ വൈക്കുന്നാണെങ്കിൽ പാണ്ടിക്കാട് വണ്ടൂര് പൂക്കോട്ടുംപാടം, കരുവാരകുണ്ട് ഭാഗത്തുനിന്നാണെങ്കിൽ കാളിയാവ്, ചോക്കാട്, പൂക്കോട്ടുംപാടം ടൗണില് ഹൈസ്കൂൾ റോഡിൽ ഹൈസ്കൂളിനോട് ചേർന്ന്. ലൊക്കേഷൻ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും പിൻ ചെയ്തിടാം കേട്ടോ. അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണല്ലേ കാക്ക? ഇനിയിപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കാക്ക നമ്പർ നമ്മൾ കൊടുക്കണ്ട, വിളിച്ചാൽ നിങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. വിളിച്ചിട്ട് കിട്ടിയില്ല, നമ്മള് ചിലപ്പോ ഫോണിലൊക്കെ ആയിരിക്കും, നമ്മളെ കാര്യമായിട്ട് ഇതൊക്കെ ചെയ്യല്ലോ. അപ്പൊ വാട്സപ്പില് മെസ്സേജ് ഇട്ടാൽ മതി, വാട്സപ്പിൽ ഇട്ടാൽ മതി, നമ്മൾ കൊടുക്കും. ഇപ്പൊ ഈ ഫാമിങ്ങിനായിട്ടോ മീൻ വളർത്തുന്നതിനെ പറ്റി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കാക്കാനെ വിളിച്ചാൽ. അതെ, അധികവും ആളുകൾ ഒരു ഹായ് വിടും. വാട്സപ്പിൽ വെറും നമ്പറുള്ളൂ, പേരൊന്നുമില്ല, ഹായ്, എന്താ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനല്ല, നമ്മുടെ ആവശ്യം അതിൽ പറഞ്ഞാല് ഞാൻ രാത്രി നോക്കിയിട്ട് അതിന് റിപ്ലൈ കൊടുക്കും. ഓക്കെ, അപ്പൊ റിപ്ലൈ കിട്ടാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോ എന്തെങ്കിലും കാരണത്താൽ റിപ്ലൈ എന്തായാലും കൊടുക്കും. ഒരു ഹായ് ഇട്ടാ പിന്നെ വല്ലാതെ ശ്രദ്ധിക്കാല്ലോ, ഹലോ ഒന്ന് വിടാനല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഈ മെസ്സേജ് കൂട്ടത്തിൽ എന്താ കാര്യം കൂടി പറയാം, അപ്പൊ നമ്മളെ കാക്ക റിപ്ലൈ വരും. അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പൊ ഇനി പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും വരാം. നമ്മളെ കാക്കാൻ്റെ പുതിയ ഐറ്റംസ് ഒക്കെ വരുമ്പോ ഇൻഷാല്ലാ നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പൊ ഓക്കെ, ബൈ.